ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഡെയിലി ഡയറീസ്. എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഞാനും ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ടിരിക്കുന്നു. അപ്പോൾ കഴിഞ്ഞ തവണ എല്ലാവരും ഹോസ്പിറ്റൽ ബാഗ് പ്രിപ്പറേഷൻ്റെ വീഡിയോ എല്ലാം കണ്ടിട്ടുണ്ടാവും. അത് കഴിഞ്ഞിട്ട് കുറേ ഡൗട്ട് ഉണ്ടാവും, ഡെലിവറി കഴിഞ്ഞോ എന്തോ. അപ്പോൾ ഡെലിവറി എല്ലാം കഴിഞ്ഞു. ഇന്നേക്ക് 21 ദിവസമായി. പെൺകുട്ടിയാണ്, നോർമൽ ഡെലിവറി ആണ്. അങ്ങനെ ഇപ്പം പിന്നെ റെസ്റ്റ് കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു ഇതൊന്നും പറ്റൂലല്ലോ. പക്ഷെ ഇപ്പോൾ ഒരു അരമണിക്കൂർ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത് എനിക്ക് എടുക്കണം എന്നുണ്ടായതുകൊണ്ട് തന്നെയാണ് കേട്ടോ ഞാനിത് ഇന്ന് എടുക്കുന്നത് വീഡിയോ. വേറൊന്നുമല്ല, എൻ്റെ ഡെലിവറി എക്സ്പീരിയൻസ് അതിൽ മെയിനായിട്ട് പറയാനുള്ളത് ഹോസ്പിറ്റലിനെ പറ്റി പറയാനാണ്. ശരിക്കും പറഞ്ഞാൽ കാശിൻ്റെ ഡെലിവറിക്ക് ഉണ്ടായ എക്സ്പീരിയൻസ് വെച്ച് നോക്കുമ്പോൾ ഞാൻ ശരിക്കും 5 കൊല്ലം മുന്നായിട്ട് ആ കോവിഡ് ടൈം 2020 ഡിസംബറിൽ ആണ് എൻ്റെ ഡെലിവറി ഉണ്ടായത്. ആ സമയത്തുള്ള എക്സ്പീരിയൻസ് വെച്ച് നോക്കുമ്പോൾ ഞാൻ എല്ലാവരോടും പറയും ഇനി ഒരിക്കലും ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പ്രസവിക്കരുത് എന്ന് പറഞ്ഞൊരു വ്യക്തിയായിരുന്നു. പക്ഷേ അതൊക്കെ മാറ്റി പറയേണ്ടി വന്നു എനിക്ക് ഇത്തവണ. വേറൊന്നും കൊണ്ടല്ല, ഇപ്പം എന്ന് വെച്ചാൽ പയ്യന്നൂർ ഗവൺമെൻറ് ഹോസ്പിറ്റലിലാണ് കേട്ടോ എൻ്റെ ഡെലിവറി ഉണ്ടായത്. കഴിഞ്ഞ തവണ അതെ, ഇത്തവണ അതെ. അവിടെ കൺസ്ട്രക്ഷൻ കാര്യങ്ങളെല്ലാം ചെയ്ത് ഇപ്പോൾ അടിപൊളി ഫെസിലിറ്റീസാണ് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഉള്ളത്. അപ്പോൾ ഒരുപാട് ആൾക്കാരുടെ ഞാൻ യൂട്യൂബിൽ തന്നെ വീഡിയോസ് കാണുമ്പോൾ ഈ ഗവൺമെൻറ് ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ തന്നെ ഒരുവിധം എല്ലാവർക്കും പേടിയാണ് പ്രസവിക്കാൻ. വേറൊന്നുമല്ല, സാധാരണ പാവപ്പെട്ടവൻ്റെ അത്താണ് ആ രീതിയിലാണ് എല്ലാവരും ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയിട്ട് അല്ലേ. നമുക്കെല്ലാം ഹെൽപ്പ് കാര്യങ്ങളല്ലേ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവുന്നത്, നല്ല തന്നെയാണ്. പക്ഷേ ആ ഒരു എനിക്ക് തോന്നുന്നു പണ്ടത്തെ ആ ഒരു ഇത് വെച്ച് നോക്കുമ്പോൾ ഒരുപാട് കാലം മുന്നേക്കുള്ള ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്ക് നേഴ്സുമാരുടെയൊക്കെ പെരുമാറ്റങ്ങൾ ഒന്നുകിൽ അതായിരിക്കാം പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് എല്ലാവരും ഡെലിവറി ചൂസ് ചെയ്യുന്നത്. ചില ഞാൻ ഒരുപാട് വീഡിയോസ് കണ്ടിട്ടുണ്ട്, അതിൽ പറയുന്നത് കേട്ടിട്ടുണ്ട് ഈ നമ്മുടെ നേഴ്സുമാരുടെയൊക്കെ അല്ലേ ഒരുമാതിരി അവരെല്ലാം ഇങ്ങനെ എന്താ ഒരുമാതിരി ആ സംസാരവും കാര്യങ്ങളും ഒക്കെ പേടി വരും. നമ്മൾ പൊതുവെ പ്രൈവറ്റ് ഹോസ്പിറ്റലാകുമ്പോൾ അവർ നല്ല രീതിയിൽ നമ്മളെ കെയർ ചെയ്തിട്ടാണ് ഡെലിവറി ഒക്കെ ഉണ്ടാകുന്നത് എന്നുള്ളത് ഞാനും കുറേ കേട്ടിട്ടുണ്ട്. പക്ഷെ എനിക്ക് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പ്രസവിച്ച ഇതില്ല. പക്ഷെ എന്നാലും പറയുന്നത് എനിക്ക് ഇത്തവണ ഉണ്ടായ ഡെലിവറി എക്സ്പീരിയൻസ് വെച്ച് നോക്കുമ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. അത് ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ് എല്ലാത്തിനും. ചില എനിക്ക് ഇപ്രാവശ്യം എന്ന് വെച്ചാൽ എനിക്കൊരു ഫിസിക്കലി ഒരു ചെറിയ പ്രശ്നം മാത്രമേ ഉണ്ടായുള്ളൂ. കാരണം ഒരുപാട് നേരം കുട്ടി ഇറങ്ങി വരാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അത് വെച്ച് നോക്കുമ്പോൾ ആ ഒരു പ്രശ്നം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ശരിക്കും പറയാം. ബാക്കി എല്ലാ കാര്യങ്ങളും ഡോക്ടറായാലും സിസ്റ്റേഴ്സ് ആയാലും അവിടെ എന്താ പറയണ്ടേ അടിച്ച് വാരുന്ന ആൻറ്റിമാർ പോലും നമ്മളോട് ബിഹേവ് ചെയ്യുന്നത് ഭയങ്കര നല്ല രീതിയിലായിരുന്നു ശരിക്കും പറഞ്ഞാൽ. അതുമാത്രമല്ല അവിടെ എനിക്ക് ഓരോരോ ഹോസ്പിറ്റലിലല്ലേ ശരിക്കും പോയാൽ എനിക്ക് ഈ ഹോസ്പിറ്റലിൻ്റെ സ്മെല്ല് പറ്റില്ല, ഈ ഒരു ഡെറ്റോളിൻ്റെ എന്തോ ഒരു സ്മെല്ലല്ലേ. പക്ഷേ എനിക്ക് ഇപ്രാവശ്യം പോയിട്ട് എനിക്ക് വീട്ടിൽ എങ്ങനെയാണോ നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്ന ആ ഒരു ഇതാണ് എനിക്ക് അവിടെ പയ്യന്നൂർ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഉണ്ടായത് കേട്ടോ. ശരിക്കും ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ആദ്യം തന്നെ ഞാൻ ഡോക്ടറോടും നേഴ്സുമാരോടും ആനുവൽ എല്ലാം താങ്ക്സ് പറയുന്നുണ്ട് കേട്ടോ. അപ്പം എനിക്കൊന്നും പറയാൻ പറ്റിയില്ല. അപ്പോൾ ഇത് കാണുന്നുണ്ടോ അറിയില്ല, വലിയ താങ്ക്സ്. പിന്നെ ദൈവത്തിനോടും നന്ദി പറയുന്നു. അപ്പോൾ നല്ല രീതിയിൽ തന്നെ ഡെലിവറി കഴിഞ്ഞ് മോളും വന്നു. പിന്നെ കാശീൻ്റെ സമയത്തുള്ള അനുഭവമാണെങ്കിൽ വേറൊന്നുമല്ല, നമ്മൾ പൊതുവെ മൊത്തത്തിലല്ല കേട്ടോ പറയുന്നത്. ആ ഒരു ടൈമിൽ എന്ന് പറയുമ്പോൾ എനിക്കുണ്ടായത് അത് 5 കൊല്ലം മുന്നേ അത് ഓൾറെഡി എനിക്ക് വീട്ടിൽ നിന്ന് ബ്ലീഡിങ് ആയിട്ടാണ് ഞാൻ പോകുന്നത്. രാത്രി 11:30 ആ സമയത്ത് എൻ്റെ കസിൻ്റെ ബർത്ത്ഡേക്ക് കഴിഞ്ഞിട്ടാണ് കഴിഞ്ഞ 5 കൊല്ലം മുന്നേ ഞാൻ കാശിനെ പ്രസവിക്കാൻ പോകുന്നത്. നല്ല പൊറോട്ടയും ചില്ലി ചിക്കനൊക്കെ കഴിച്ച് പോയിട്ട് നല്ല ചെറിയതായിട്ട് ബ്ലീഡിങ് ഉണ്ട്, വേദന വന്നിട്ട് പോയതാണ്. പക്ഷെ അവിടുന്ന് ഒരു 2-3 മണിക്കൂർ കൊണ്ട് തന്നെ കാശിയുടെ ഡെലിവറി കഴിഞ്ഞു. നോർമൽ ഡെലിവറി ആയിരുന്നു. അത് വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല. പക്ഷെ എനിക്കുണ്ടായത് പ്രശ്നം എന്ന് വെച്ചാൽ ബ്ലീഡിങ് ആയിട്ട് പോയതുകൊണ്ട് എനിക്ക് ഭയങ്കര ബ്ലീഡിങ് ആയിരുന്നു ആഫ്റ്റർ ഡെലിവറി. എനിക്കിങ്ങനെ നിൽക്കുമ്പോൾ തലകറങ്ങി വീഴും. അതായത് നിൽക്കാനൊന്നും പറ്റില്ല. 2 ദിവസത്തോളം എനിക്ക് ഫുള്ള് ബ്ലഡ് കയറ്റുമായിരുന്നു ഉണ്ടായത്. വെച്ചാൽ എനിക്ക് 12 ഉണ്ടായത് 6 ഇങ്ങനെയാണ് ബ്ലഡിൻ്റെ കൗണ്ട് ആയത്. അപ്പം അത്രയും ബ്ലഡ് കുറഞ്ഞിട്ടുണ്ടായിരുന്നു കാശിൻ്റെ സമയത്ത്. ആ ഒരു പ്രോബ്ലമാണ് എനിക്ക് അപ്പം ഉണ്ടായത്. അപ്പം ആ ഒരു ടൈമിലും നമ്മളോട് എല്ലാ നേഴ്സുമാരുടെ ടൈമിൽ എനിക്ക് കിട്ടിയ 1-2 നേഴ്സുമാരായ ടൈമിൽ ബിഹേവ് ചെയ്തത് കുറച്ച് മോശമായിരുന്നു. അത് പക്ഷേ നമ്മൾ ഭയങ്കര നമുക്ക് ആ ഒരു ടൈം എന്ന് പറയുന്ന ഒരു പ്രഗ്നൻ്റ് ആയ ഒരാളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാലേ ഭയങ്കര പെയിനും. നമുക്ക് ശരിക്കും വേണ്ടത് ഒരു ഫിസിക്കലി അല്ലെങ്കിൽ മെൻ്റലി ആണ് സപ്പോർട്ട്. ഫിസിക്കലി സപ്പോർട്ട് നമുക്ക് എന്തായാലും നമുക്ക് അങ്ങനെ ആരും കിട്ടില്ല. പക്ഷെ മെൻ്റലി ഒരു സപ്പോർട്ട് നമുക്ക് തരേണ്ടവർ പോലും നമ്മളോട് ആ രീതിയിൽ പെരുമാറുമ്പോൾ പേടിയായിരുന്നു ശരിക്കും പറഞ്ഞാലും. പക്ഷേ എന്നെ ട്രീറ്റ് ചെയ്ത ഡോക്ടറോടുള്ള ഒരു എന്താ പറയുക ഒരു സ്നേഹം ബഹുമാനം കൊണ്ടാണ് ഇത്തവണയും ഞാൻ സെയിം കാണിക്കാൻ പോയി അവിടെ തന്നെ കാണിക്കാന്നുള്ളത്. പിന്നെ ലാസ്റ്റ് ആകുമ്പോൾ ഒരു പേടിയായി അതുപോലെ തന്നെ ആയിരിക്കുമോ എൻ്റെ ഡെലിവറി എന്നുള്ളത്. പക്ഷേ ഇപ്പോൾ എന്ന് പറയുന്നത് നിങ്ങൾ നോക്കണം, പയ്യന്നൂർ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ അടിപൊളിയാണ് നേഴ്സുമാരും, നല്ലതാണ് കേട്ടോ. ഡോക്ടർ ആയാലും എല്ലാ സപ്പോർട്ടും നല്ലതാണ്. പക്ഷേ വേറെ എൻ്റെ ഡോക്ടർ ഇപ്പോൾ റിട്ടയർഡായി.
അപ്പോൾ അതുകൊണ്ട് പുതിയ ഡോക്ടറാണ് വന്നിട്ടുള്ളത്. പക്ഷെ നല്ലതാണെന്നാണ് കേട്ടത്, നല്ല അടിപൊളിയാണ്. അപ്പോൾ ഇനി ആർക്കെങ്കിലും ഞാൻ ചൂസ് ചെയ്യാം, നിങ്ങൾ ആരെങ്കിലും ഡെലിവറിക്ക് പോകാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ പയ്യന്നൂർ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ചൂസ് ചെയ്യാം. വളരെ നല്ലതാണ്, എൻ്റെ പേഴ്സണലി അനുഭവത്തിൽ ഞാൻ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്തവണ ഉണ്ടായത് വേറെ കുട്ടി, അതായത് ഇതേപോലെ തന്നെ ഇപ്രാവശ്യം മോളെ കാര്യത്തിൽ ഞാൻ പോയത് രാത്രി പുലർച്ചയ്ക്ക്. പക്ഷെ അത് ബ്ലീഡിങ് ആയിരുന്നില്ല. എനിക്ക് 2-3 ദിവസം മുന്നേ ഞാൻ PD ചെയ്യാൻ പോയപ്പോഴേ ഡോക്ടർ പറഞ്ഞിരുന്നു 3 സെന്റിമീറ്റർ ഡയലേഷൻ ആയി, എപ്പോഴാണ് പെയിൻ വന്നാൽ വന്നോന്ന്. പക്ഷെ എനിക്ക് കുഞ്ഞു പെയിനൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ പോകാൻ പറ്റിയ ഒരു പെയിനൊന്നും ആയിരുന്നില്ല. എനിക്കറിയാലോ കഴിഞ്ഞ ഡെലിവറിയിൽ അനുഭവത്തിൽ വെച്ച് പെയിൻ എങ്ങനെയായിരിക്കും ഉണ്ടാവുക എന്നുള്ളത്. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇപ്രാവശ്യം പെയിൻ അങ്ങനെ വന്നു പോകുന്നതുകൊണ്ട് വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല. 15-ാം തീയതി, 15-നാണ് ഡെലിവറി ഉണ്ടായത്, മാർച്ച്. അത് 14 നൈറ്റ് അല്ല 15 ആയിട്ടുണ്ടാവും. 2:45 ആവുമ്പോൾ വാട്ടർ ബ്രേക്കായി, പെട്ടെന്ന് തന്നെ പോകേണ്ടി വന്നു. അപ്പോൾ വാട്ടർ ബ്രേക്ക് ആയിട്ട് പോകുന്നതുകൊണ്ട് പുലർച്ചക്കായിരുന്നു. അപ്പോൾ അവിടെ എത്തി, എല്ലാം കഴിഞ്ഞ് അവിടെ എത്തി PV ഒക്കെ നോക്കുമ്പോഴത്തേക്ക് 6-7 സെന്റിമീറ്റർ ഒക്കെ ഡയലേഷൻ ആയി. പക്ഷേ എന്നിട്ടും ഡയലേഷൻ ആയിട്ടും കുട്ടി ശരിക്കും ഇറങ്ങി വരേണ്ട ടൈമായിട്ടും മോൾ ഇറങ്ങി വരുന്നില്ല. അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ വരുന്ന നേഴ്സുമാർ ആ ഒരു സമയത്ത് ടെൻഷനൊന്നും അടിക്കാതെ എല്ലാവരും പോസിറ്റീവായി നിൽക്കും. ഞാൻ കഴിഞ്ഞ കാശീൻ്റെ സമയത്ത് ഭയങ്കര പോസിറ്റീവായിരുന്നു. എനിക്ക് സത്യം പറഞ്ഞാൽ ഞാനങ്ങനെ ഡെലിവറി എന്തായിരുന്നു, നോർമൽ ഡെലിവറി ഈസി ആയിരുന്നു എന്നൊക്കെ പറഞ്ഞ ആ ഒരു ഈസി എന്നല്ല, വേദന ഉണ്ടാവും, പക്ഷെ എങ്കിലും ഒരു ഈസി ആയിരുന്നു എന്നൊക്കെ ആയിരുന്നു. പക്ഷെ ഇത്തവണ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഒരുപാട് പെയിൻ അനുഭവിച്ചു. ഒരുപാട് ടൈം ഡിലേ വന്നു. ഡിലേ എന്ന് പറഞ്ഞാൽ ഞാൻ പോയത് പുലർച്ചെ 12 ആ ഒരു ടൈമിലായിരുന്നു. പക്ഷെ ഞാൻ ഡെലിവറി ചെയ്യുന്നത് മോളെ രാവിലെ 8:55 AM. പിറ്റേ ദിവസം രാവിലെ ആയി. പിറ്റേ ദിവസം തന്ന 8:55, അത്രയും 6-7 മണിക്കൂർ ഗ്യാപ്പ് ഇട്ടു. 6-7 മണിക്കൂർ ഗ്യാപ്പ് വന്നു. ആ ഒരു ഗ്യാപ്പിൽ സത്യം പറഞ്ഞാൽ ഡയലേഷൻ ആയിട്ടും കുട്ടി ഇറങ്ങി വരുന്നില്ല. അതിനൊരു പ്രശ്നം പറഞ്ഞിട്ടുണ്ടായത് എനിക്കൊരു സെർവിക്സ് ഒരു മുകളിലൊരു തടിപ്പ് പോലെ തോന്നിയോണ്ട് കുട്ടി ഇറങ്ങാൻ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്രയും പെയിൻ അനുഭവിക്കേണ്ടി. ഞാൻ ലാസ്റ്റ് സിസേറിയൻ മതി എന്ന് പറഞ്ഞ് നമ്മൾ സൈൻ ചെയ്യാൻ വരെ നിന്നതാട്ടാ. അത്രയും കാരണം ഞാൻ ആകെ ഭയങ്കര ഡൗൺ ആയി. എനിക്ക് അതുവരെ ഒന്നും പ്രശ്നം ഉണ്ടായില്ല. പക്ഷെ ലാസ്റ്റ് സമയം ആകുമ്പോഴത്തേക്ക് ടെൻഷൻ വന്നു. ടെൻഷൻ ആവുന്ന സിസ്റ്റേഴ്സ് ഒക്കെ വരുന്നുണ്ട്. സിസ്റ്റേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നതാണെന്നുണ്ട്, അയ്യോ 7 സെന്റിമീറ്റർ ഡയലേഷൻ ആയി, പക്ഷെ കുട്ടിയുടെ തല ഇറങ്ങി വരുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ പിന്നെ എനിക്ക് ടെൻഷനായി, എന്തോ പ്രശ്നമായോ എന്നല്ല. അപ്പോൾ ആ ഒരു സത്യം പറഞ്ഞാൽ അമ്മേനെ ഹസ്ബൻഡിനെല്ലാം ഉള്ളിൽ കയറി, എല്ലാവരും ഉള്ളിൽ കയറി അമ്മയും കരയാൻ തുടങ്ങി. എല്ലാവരും കരയൊക്കെ ആകെ ഞാൻ ഫുൾ ഡൗൺ ആയി. ആ ഒരു സിറ്റുവേഷൻ ഞാനിപ്പോഴും അത് ഓർക്കുന്നു. അപ്പൊ തന്നെ ഞാനിങ്ങനെ പറഞ്ഞു. ലാസ്റ്റ് അപ്പൊ ഡോക്ടർ വിളിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു 1 അരമണിക്കൂറൂടെ നോക്ക്, നമുക്ക് അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ സിസേറിയൻ ചെയ്യാന്ന് പറഞ്ഞതാ. പക്ഷെ എന്തോ ദൈവഭാഗ്യം കൊണ്ട് ആ സമയത്ത് നമ്മൾ കോൺട്രാക്ഷൻ വരേണ്ട പെയിൻ ഇഞ്ചക്ഷൻ വെച്ചു. ആ 5 മിനിറ്റിനുള്ളിൽ തന്നെ എങ്ങനെയൊക്കെയോ ദൈവഭാഗ്യം കൊണ്ട് മോള് ഇറങ്ങി വന്നു. അപ്പോൾ അങ്ങനെ അതായിരുന്നു. അപ്പോൾ അതിനുശേഷം മോളാന്ന് അറിഞ്ഞ ശേഷം ഭയങ്കര സന്തോഷമായി. കാരണം മോനല്ലേ, അപ്പോൾ ഒരു മോളെ കിട്ടി. അങ്ങനെ അതായിരുന്നു സത്യം പറഞ്ഞാൽ ഇപ്പോഴത്തെ ഡെലിവറി എക്സ്പീരിയൻസ്. ഭയങ്കരമായിരുന്നു. ഭയങ്കര വെച്ചാൽ ആ ഒരു ഇതേ ഉണ്ടായിരുന്നു. പക്ഷെ നമുക്ക് അവരുടെ ഒക്കെ സപ്പോർട്ട്, ശരിക്കും പറഞ്ഞാൽ എനിക്ക് ആ ഒരു പെയിൻ വരുന്ന സമയത്ത് വരെ എൻ്റെ കൈ പിടിച്ച് എൻ്റെ നടുവിന് വരെ തടവി തന്നിട്ടുണ്ട് അവിടെയുള്ള സിസ്റ്റേഴ്സ്. അതാണ് ഞാനിങ്ങനെ വിചാരിച്ചു, സിസ്റ്റർ എൻ്റെ കൈ ഒന്ന് പിടിക്കുമോ, കാരണം എനിക്ക് പ്രഷർ എടുക്കാൻ പറ്റുന്നില്ല. നമുക്കൊന്ന് പുഷ് ചെയ്യണമെങ്കിൽ അത്രയും പ്രഷർ വേണമല്ലോ. അപ്പം ആ ഒരു ടൈമിൽ ഞാൻ കൈ പിടിക്കുമെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ കൈ ഒരാൾ പിടിച്ച് തടവി തന്നു. അതുപോലെ തന്നെ ബാക്കിൽ ഇങ്ങനെ ഒരു എന്തോ മസിൽ കൂച്ചി പിടുത്തം വന്നു ആ ടൈമിൽ. അപ്പോൾ വേറെ സിസ്റ്റർ തടവി തന്നു. സത്യം പറഞ്ഞാൽ മൂന്ന് സിസ്റ്റേഴ്സ് ഭയങ്കരമായിട്ട് എല്ലാവരും കൂടി, നേഴ്സുമാരും എല്ലാവരും കൂടി ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്തു എന്ന് പറയാം എൻ്റെ ഒരു ഡെലിവറി. എന്നെക്കാൾ കൂടുതൽ അവരും ഒരുപാട് സ്ട്രെയിൻ ഇതാക്കി ആയിട്ടാണ് കുട്ടി പുറത്ത് വന്നത്. അപ്പോൾ എല്ലാവരോടും ഭയങ്കര താങ്ക്സ് ആണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് എക്സ്പീരിയൻസ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പക്ഷേ അതിനിടയിൽ ഞാനല്ലേ ഒരു കാര്യം കൂടി കേട്ടോ, ഞാൻ വേറെ ഒരു വീഡിയോ ആയിട്ട് ചെയ്യണ്ടെന്ന് വിചാരിച്ചത്. കാരണം ഞാൻ പ്രഗ്നൻസി ടൈമിൽ വാങ്ങിയ കുറച്ച് കുർത്തീസ് ഉണ്ടാകും. കുർത്തീസ് എന്ന് പറയുമ്പോൾ ഫീഡിങ് കുർത്തീസ്, സിപ്ലെസ് ആയിട്ടുള്ള 4 കുർത്തീസും അതുപോലെ തന്നെ സിബുള്ള ടൈപ്പ് 3 കുർത്തീസുണ്ട്. അത് സിപ്ലെസ് ഞാൻ വീട്ടിലായിട്ട് യൂസ് ചെയ്യുന്നത്, നൈറ്റായിട്ടും രാവിലെയൊക്കെ യൂസ് ചെയ്തത്. അത് പ്രഗ്നൻസി ടൈമിൽ ഞാൻ വയറൊക്കെ വന്ന സമയത്ത് പാൻറ് കെട്ടാൻ ബുദ്ധിമുട്ടുണ്ടായി. അപ്പം ഞാൻ അതാ യൂസ് ചെയ്തത്. നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. കോട്ടൺ ബനിയനാണ്, സുഖമായിട്ട് നല്ല, എനിക്ക് ഭയങ്കര ചൂടുണ്ടായിരുന്നു ആ ടൈമിൽ. അത് വാങ്ങിയ ശേഷം കംഫർട്ട് ആയിരുന്നു കേട്ടോ. അത് എനിക്ക് അപ്പോഴേ വീഡിയോ ചെയ്യണമെന്നുണ്ടായിരുന്നു. പക്ഷെ ആ ഒരു ലാസ്റ്റ് ടൈമിലൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ ഒന്നാമത് ഞാനത് ഫുൾ ഒന്നിച്ചല്ല ഞാൻ ഓർഡർ ചെയ്തത്, 1-2 തവണയായിട്ട് ഓർഡർ ചെയ്തതായതുകൊണ്ടാണ് എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റാതിരുന്നത്. എനിക്ക് തോന്നുന്നു പിന്നെ ഇത് ഇപ്പം ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അത് എടുത്തു വെച്ചത്. അതായത് ഞാനത് ഇട്ടതാണ്, ഓൾറെഡി ഇട്ട് ഞാൻ
ആഫ്റ്റർ റിവ്യൂ പറയാന്ന് വിചാരിച്ചു. ഇട്ട് അലക്കി ഒരുപാട് യൂസ് ചെയ്ത് ഞാനത് ശരിക്കും പറഞ്ഞാൽ അത്രയായി. ഞാൻ എല്ലാത്തിൻ്റെയും ഞാൻ ഓരോന്ന് ആയിട്ട് കാണിച്ചു തരാം നിങ്ങൾക്ക്. അതിൻ്റെ ലിങ്ക് കൂടെ ഞാൻ ഇതിൽ കൊടുക്കട്ടെ. കാരണം ഏപ്രിൽ 4 മുതൽ മീഷോയിൽ മഹാ സെയിൽ നടക്കാൻ പോവുകയാണ്. നല്ല ഓഫർ ഉണ്ട്. അപ്പോൾ ആവശ്യമുള്ളവർക്ക്, അതായത് ഇപ്പോൾ പ്രഗ്നൻ്റ് ആയവരോ അമ്മമാരെ, ഇപ്പം ന്യൂ ബോൺ ബേബീസിന് അമ്മമാരോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കും. നിങ്ങൾക്ക് വാങ്ങണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലിങ്ക് ചൂസ് ചെയ്ത് വാങ്ങാം. ഞാൻ ലിങ്ക് കൊടുക്കാം. എന്തായാലും ഞാൻ ഇതിൽ കാണിച്ചു തരാം ഓരോന്നിൻ്റെതും. ഒന്നാമത്തേതാ, ഇത് സിപ്ലെസ് ആണ് കേട്ടോ. 2 സൈഡിൽ ഇങ്ങനെ കയറൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെത് ഞാൻ എടുത്തത് എല്ലാം മീഡിയം സൈസാണ് എടുത്തത്. ശരിക്കും സ്മോളാണ്, പക്ഷേ ആ ഒരു വയറൊക്കെ ഉണ്ടായ സമയത്ത് ഞാൻ മീഡിയമാണ് എടുത്തിട്ടുണ്ടായത് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും ആഫ്റ്റർ ഡെലിവറിക്ക് യൂസ് ചെയ്യേണ്ടതല്ലേ. വേണമെങ്കിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് നിങ്ങൾക്ക് സൈഡ് ഇതാക്കാം. നല്ല കോട്ടൺ ബനിയനാണ് ഇത്. പറയുന്നത് നമ്മളിങ്ങനെ ഇതിലൂടെയാണ് നമ്മൾ ഫീഡ് ചെയ്യേണ്ടത്. എനിക്ക് ഇത് ആ ഒരു ടൈമിനേക്കാൾ എനിക്കിപ്പോൾ ഭയങ്കരമായിട്ട് വെച്ചാൽ നൈറ്റൊക്കെ പാൽ കൊടുക്കാനൊക്കെ നല്ല കംഫർട്ടാണ്. ഈ സിബ് താത്ത് പൊന്തിക്കേണ്ടല്ലോ ഈ ഉറക്കത്തിലൊക്കെ, അതിനേക്കാൾ നല്ല ഇതാണ്. അപ്പോൾ ഇത് ഫുൾ ലെങ്ത്ത് മാക്സി ഡ്രസ്സാണ് കേട്ടോ. സെക്കൻഡ് വൺ ഇതാ, ഒരു ലൈറ്റ് ഗ്രീനാണ്. നിങ്ങളിതിൽ എങ്ങനെയാണെന്ന് അറിയില്ല, ഈ ഒരു വെളിച്ചത്തിൽ കിട്ടുന്ന ആ ഒരു ഗ്രീൻ. ഓക്കെ, ഫ്രണ്ട് ഇതുപോലെ തന്നെ പോക്കറ്റ് ഉണ്ട് കേട്ടോ, അത് പറയാൻ പറ്റോ. ഈ എല്ലാത്തിനും പോക്കറ്റ് ഉണ്ട്. ഒരു സൈഡ് പോക്കറ്റ് ഉണ്ടാവും. ഫ്രണ്ട് ഇത് മീഡിയമാണ്, ഞാനെല്ലാം മീഡിയമാണ് ചൂസ് ചെയ്തത്. ഇങ്ങനെ ഇത് അതുപോലെ തന്നെ ഇങ്ങനെ പൊന്തിച്ച് ഇതിലൂടെ നമ്മൾ ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. 2 സൈഡ് കയറുണ്ട്. നല്ല അടിപൊളി, എന്താ പറയേണ്ടത് അറിയില്ല. എന്നാൽ കോട്ടനും അല്ല ബനിയനും ആ ഒരു ടൈപ്പില്ലേ. ചില ബനിയൻ നമുക്ക് ചൂടെടുക്കും, ഇത് ആ ഒരു ടൈപ്പ് നല്ല എനിക്ക് തോന്നുന്നു ആഫ്റ്റർ വാഷിലാണ് ഇത് നല്ല എനിക്ക് കംഫർട്ടായി തോന്നുന്നു ഞാൻ ആക്കിയിട്ടുള്ളത്, യൂസ് ചെയ്തത്. അപ്പം അതുകൊണ്ട് തന്നെ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. ഇതാ മൂന്നാമത്തെ, ഇത് ഒരു യൂണിക്കോൺ പിക്ചർ ഉള്ളതാണ്. യൂണിക്കോണിൻ്റെ ഫ്രണ്ടിൽ വരുന്നത് അടിപൊളിയാണ് കേട്ടോ. യെല്ലോ നല്ല ശരിക്കും നമ്മൾ വാങ്ങുന്ന സെയിം സാധനം തന്നെയാണ് കേട്ടോ വരുന്നത്. അതിൻ്റെ കളർ വ്യത്യാസമൊന്നുമില്ല. പിന്നെ അതുപോലെ തന്നെ അലക്കുമ്പോൾ ഒന്നും കളറൊന്നും പോകുന്നില്ല. അതുകൊണ്ട് ഒന്നും പേടിക്കണ്ട. ചിലർക്ക് മീഷോയിൽ വാങ്ങാൻ നല്ല പേടി ഉണ്ടാവും. പക്ഷെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ റേറ്റിംഗ് നോക്കിയിട്ട് വാങ്ങാം. 4+ മുകളിൽ റേറ്റിംഗ് ഉള്ളത് മാത്രം ഞാൻ നിങ്ങളോട് വാങ്ങാൻ പറയും. കാരണം 3 പോയിന്റ് റേറ്റിംഗ് ഒന്നും ഉള്ളത് വാങ്ങാൻ നിൽക്കണ്ട. എന്ന് വെച്ചാൽ ഞാനിപ്പോൾ എനിക്കിതൊരു മീഷോയിൽ വാങ്ങിയിട്ടൊന്നും ഇതുവരെ റിട്ടേൺ കൊടുക്കേണ്ട അങ്ങനത്തെ അവസ്ഥ വന്നിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ പോക്കറ്റ് ഉണ്ട്. സെയിം ആണ് കേട്ടോ, എല്ലാം സെയിം ഇതേപോലെ തന്നെയാണ്. ഇതിൽ നമ്മൾ ഫീഡ് ചെയ്യും. ഫുൾ ലെങ്ത്ത് വരുന്നത്. അഥവാ നിങ്ങൾക്ക് ലെങ്ത്ത് അധികമാണെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ, ഞാനൊക്കെ അധികം ലെങ്ത്ത് ഇഷ്ടമില്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ ലെങ്ത്ത് അമ്മയോട് പറഞ്ഞ് ചെറുങ്ങനെ മുറിച്ച് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് അടി. എനിക്കത്ര താവ് വേണ്ടാന്നുള്ളതുകൊണ്ട് അങ്ങനെ. ഇതും നല്ല അടിപൊളിയാണ്. ഇതും മീഡിയം സൈസ് തന്നെയാണ്. ഇതൊരു സ്റ്റാർ വരുന്ന ഒരു യെല്ലോ വൈറ്റിൽ സ്റ്റാർ വരുന്നത്. അതുപോലെ തന്നെ ഇത്, പക്ഷേ ഇത് പഫാണ് കേട്ടോ. കൈ പഫ് സ്ലീവ് വരുന്നതാണ് കണ്ടോ. അതുപോലെ തന്നെ പോക്കറ്റ് ഉണ്ട്. രണ്ട് കയ്യിൽ ടൈ ചെയ്യാൻ കിട്ടുന്നത് ഉണ്ട്. ഫുൾ ലെങ്ത് മാക്സി തന്നെയാണ്. ഓക്കെ, അപ്പം ഇത്രയാണ് സിപ്ലെസ്സിലെ മാക്സി. ഇനി ഞാൻ പുറത്തു പോകുമ്പോൾ ഇടാൻ വാങ്ങിയ 3 കൂടെ ഞാൻ കാണിച്ചു തരാം. അതും അടിപൊളിയാണ്. അത് ഈ ഒരു കോട്ടൺ ബനിയൻ ടൈപ്പല്ല, നല്ല അടിപൊളി കട്ടിയുള്ള കോട്ടൺ ടൈപ്പാണ്. ചൂട് കാലത്തൊക്കെ നമുക്ക് ഇനി വരുന്ന വേനൽക്കാലത്ത് പുറത്തു പോകാൻ വേണ്ടിയിട്ട്, അതും ഫീഡ് ചെയ്യാനൊക്കെ എളുപ്പത്തിന് വേണ്ടിയിട്ട് നമുക്ക് പുറത്തു പോകാനും എല്ലാത്തിനും വേണ്ടി യൂസ് ചെയ്യാൻ വേണ്ടി പറ്റിയ ടൈപ്പ് കുർത്തീസാണ്. ഇതിൽ കളർ എങ്ങനെയൊക്കെയാണെന്നറിയില്ല, കളർ ഡിമ്മായി പോലെ ഉണ്ട്. ലൈറ്റിൻ്റെ ഇഷ്യൂ ഉണ്ട് കേട്ടോ, മഴക്കാറുണ്ട് പുറത്ത്, അതുകൊണ്ടാണ് ലൈറ്റിൻ്റെ ഇഷ്യൂ. ഇത് വൈറ്റിൽ നല്ല പിങ്കിൽ ഫ്ലവേഴ്സൊക്കെ വരുന്ന ഒരു ടൈപ്പാണ് ഇതിൻ്റെ ഫ്ലോറൽ പ്രിൻറ്റിൽ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ സ്ലീവ് കണ്ടോ, സ്ലീവ് 3/4 സ്ലീവാണ്. അപ്പോൾ അതുപോലെ തന്നെ നല്ല കോട്ടൺ എന്ന് പറഞ്ഞാൽ നല്ല കോട്ടൺ, നിങ്ങൾ വാങ്ങിയിട്ട് തന്നെ യൂസ് ചെയ്യണം. അപ്പോൾ തിരിയും നിങ്ങൾക്ക്. സിബ് 2 സൈഡിലും സിബ് ഉണ്ട്. 2 സൈഡിൽ സിബ്, 2 സൈഡിലും സിബ് ഉണ്ട്. അപ്പോൾ നമുക്ക് അഫോർഡബിൾ പ്രൈസിന് നല്ല സാധനമാണ്. ഓക്കെ, സെക്കൻഡ് വൺ നോക്കാം. സെക്കൻഡ് ഇതാ പിങ്കാണ് വരുന്നത്. നല്ല പിങ്കിൽ, നല്ലൊരു എന്താ പറയുക, ഡാർക്ക് പിങ്കിൽ ലീവ്സ് കുറേ വന്നിട്ടുള്ള ഒരു നല്ല രസമായിട്ടാ കാണാൻ. നല്ല രസം കാണുന്നതിനേക്കാൾ കൂടുതൽ എനിക്കിത് തൊടുമ്പോഴാണ്. അടിയിൽ ഫ്രില്ല് വന്നിട്ടുണ്ട്. ഫ്രണ്ടിൽ കുറച്ച് ഫ്രില്ല്, കുഞ്ഞ് ഫ്രില്ലാണ് കൊടുത്തിട്ടുള്ളത്. സ്ലീവ് പഫ് സ്ലീവാണ്, കുഞ്ഞ് പഫ് സ്ലീവ്. അതിൽ സൈഡിൽ എലാസ്റ്റിക് ഒന്നുമല്ല, നല്ല
കോട്ടൺ കൊണ്ട് തന്നെ അതിൻ്റെ തന്നെ തുണി കൊണ്ട് ഒരു മടക്കി സ്റ്റിച്ച് ചെയ്തതാണ് കേട്ടോ. ചിലത് ഇവിടെ എലാസ്റ്റിക് ടൈപ്പൊക്കെ വരുമ്പോൾ ഒരുമാതിരി എനിക്കിഷ്ടമല്ല ഇവിടെ അങ്ങനെ എലാസ്റ്റിക് എന്തോ ഒരു പിടിച്ചിട്ടിയ ഒരു അവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ പേടിച്ചിരുന്നത് വരുമ്പോൾ എലാസ്റ്റിക് ആയിരിക്കും എന്നുള്ളത്. അതുപോലെ തന്നെ 2 സൈഡിൽ കയറുണ്ട്, 2 സൈഡിലും സിബ്. ഫസ്റ്റ് വൺ ഒരു യെല്ലോ, അടിപൊളിയായിട്ടുള്ള ഈ യെല്ലോയിൽ എനിക്ക് ഇതാണ് കേട്ടോ ഏറ്റവും ഇഷ്ടമായത്. ഇത് വെച്ചാൽ നമുക്കൊരു പാർട്ടിക്കൊക്കെ പോകുമ്പോൾ തന്നെ ഇടാം. പറയൊന്നുമില്ല 300 കാണോ ഇത് വാങ്ങിയത് എന്നുള്ളത് തന്നെ എനിക്ക് അതിശയമായിരുന്നു. ഒരുപാട് ആളെന്നോട് ചോദിച്ചിട്ടുണ്ട് ലിങ്ക്, വീട്ടിൽ നിന്ന് തന്നെ ചോദിച്ചേടി ഇത് ലിങ്ക് അയക്കുന്നു കേട്ടോ. അപ്പോൾ ഇത്രയും കംഫർട്ടാണ് നമുക്ക് മാത്രമല്ല, പുറത്ത് ഇപ്പോൾ ഫീഡ് ചെയ്യുന്ന അമ്മമാർക്ക് മാത്രമല്ല കേട്ടോ, ബാക്കി പുറത്തും ഇടാം. സിബ് നമുക്ക് ഹിഡൻ സിബാണ്, അതുകൊണ്ട് തന്നെ ഇത് കാണുമൊന്നുമില്ല. കണ്ടോ തായോളുണ്ട് കേട്ടോ, ഞാൻ കുറച്ച് തുറക്കുന്നുള്ളൂ. 2 സൈഡും ഹിഡൻ സിബ്. ഇവിടെ ഫ്രണ്ടിൽ ഇങ്ങനെ ഷോ ബട്ടൺസ് പോലെ ഇതിനോട് തന്നെ അവരാക്കിയിട്ടുണ്ട്. പോക്കറ്റ് ഉണ്ട്, 2 സൈഡ് ടൈ. നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും ഇതിൻ്റെ തുണി എങ്ങനെയാണെന്നുള്ളതല്ലേ. ക്ലോത്ത് കണ്ടോ നല്ല കട്ടിയുള്ളതാണ് കേട്ടോ. അപ്പോൾ ഞാനിത് സത്യം പറഞ്ഞാൽ അഫോർഡബിൾ ഇതെനിക്ക് അന്നേ ചെയ്യണമെന്നുണ്ടായിരുന്നു, പക്ഷെ പറ്റിയില്ല. സാഹചര്യം എനിക്ക് അങ്ങനെ വീഡിയോ ചെയ്യാൻ വേണ്ടി പറ്റില്ല. അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോൻ്റെ കൂടെ തന്നെ ഇത് ഇടുന്നത്. എല്ലാവരും ക്ഷമിക്കുക. സോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ് വീഡിയോ. അപ്പോൾ വീഡിയോ അധികം ലെങ്തിയിൽ കൊണ്ടുപോകുന്നില്ല, അപ്പോൾ ഒരുപാട് ലാഗാവും. അപ്പോൾ നമുക്ക് ഇനി പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ പുതിയ വീഡിയോയുമായി കാണുന്നത് വരെ ടാറ്റാ.